എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റീകാപ്പ് ചെയ്തത് 2024 പുറത്തിറങ്ങിയ ഒരു ത്രില്ലിംഗ് റൊമാൻറ്റിക് മൂവിയാണ്. ദ ഇമേജ് ഓഫ് യു എന്ന ഈ ചിത്രത്തിൽ ഇരട്ട സഹോദരിയുള്ള ഒരു സുന്ദരിയുമായി യുവാവ് പ്രണയത്തിലാകുന്നതും പിന്നീട് അവരുടെ സഹോദരിയുമായി ചങ്ങാത്തത്തിലാവുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം. കൂടുതലായി എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയാൻ വീഡിയോ തുടർന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവസാനം വരെ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് അടിക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്ന് കാണുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടുതൽ പറഞ്ഞു പുറപ്പെടുപ്പിക്കുന്നില്ല, പോകാം വീഡിയോയിലേക്ക്. ഒരു ദിവസം സോയി അവളുടെ ഇരട്ട സഹോദരി അന്നയെ അവളുടെ ഡേറ്റിംഗ് പ്രൊഫൈൽ ഉണ്ടാക്കാനായി സഹായിക്കുന്നു. അന്നയുടെ പ്രൊഫൈൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നതല്ലെന്ന് അവൾ കണ്ടുപിടിക്കുന്നു. അതിൽ അന്നയുടെ പ്രായം കുറച്ചു കാണിക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു. ബന്ധങ്ങളിലെ സത്യസന്ധതയില്ലായ്മ ഇപ്പോൾ സാധാരണമാണെന്ന് വാദിക്കുന്നു. സോയിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അന്ന ഗസ് എന്ന് പരിചയപ്പെടുത്തുന്ന ആളുമായി ഡേറ്റിംഗിലായി. എന്നാൽ തന്റെ യഥാർത്ഥ പേര് നിക്ക് എന്നാണെന്ന് അയാൾ വെളിപ്പെടുത്തുന്നു. പരിചയക്കാർ തിരിച്ചറിയാതിരിക്കാനാണ് എലിയാസ് ഗസ് എന്ന് ഉപയോഗിക്കുന്നതെന്ന് അയാൾ തുറന്നു പറയുന്നു. നീ വിവാഹിതനാണോ എന്ന് അന്ന നിക്കിനോട് അന്വേഷിക്കുന്നു. താൻ വിവാഹിതനല്ലെന്നും തന്നെ വിശ്വസിക്കാമെന്നും നിക്ക് അവൾക്ക് ഉറപ്പു നൽകുന്നു. അവിടെ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം നിക്ക് അന്നയെ ഒരു നിശാ ക്ലബിലേക്ക് കൊണ്ടുപോകുന്നു. ദൂരെയിരുന്ന് സോയി അവളെ നോക്കുന്നത് അന്നയിൽ സംശയമുളവാക്കുന്നു. അടുത്ത ദിവസം തന്റെ സന്ദേശങ്ങളോട് പ്രതികരിക്കാത്തതിൽ സോയി അന്നയുടെ ജോലിസ്ഥലത്തേക്ക് എത്തുന്നു. നിക്കിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് സോയി സംശയിക്കുന്നു. അവൻ എന്തൊക്കെയോ മറയ്ക്കുന്നതായി സോയി കരുതുന്നു. എന്നാൽ സോയിയുടെ സംശയം കണക്കിലെടുക്കാതെ നിക്കുമായുള്ള ബന്ധം അന്ന തുടരുന്നു. സോയി തന്റെ അമ്മയോട് അവളുടെ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അന്നയുടെ ആഡംബര ഭവനം നിക്കിൽ മതിപ്പുളവാക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഷെൽട്ടർ ഹോമിൽ അവൾക്ക് ജോലി കൂടിയുണ്ട്. തനിക്ക് മാതാപിതാക്കളിൽ നിന്നും ഒരു ട്രസ്റ്റ് ഫണ്ട് ഉണ്ടെന്നും അത് സമൂഹത്തിന് സംഭാവന നൽകാനാണ് തന്റെ ആഗ്രഹമെന്നും അന്ന അവനോട് വെളിപ്പെടുത്തുന്നു. തുടർന്ന് അവർ പരസ്പരം തങ്ങളുടെ ശരീരം പങ്കുവെച്ചുകൊണ്ട് സെക്സിൽ ഏർപ്പെടുന്നു. ഒടുവിൽ അവർ തങ്ങളുടെ പ്രണയം തുറന്നു പറയുന്നു. അടുത്ത ദിവസം നിക്ക് അന്നയുടെയും സോയിയുടെയും ഫോട്ടോ കാണുന്നു. അന്നയ്ക്ക് ഒരു ഇരട്ട സഹോദരിയുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം കാരണം സോയയ്ക്കുണ്ടായ പ്രശ്നങ്ങളും അവളെ സഹായിക്കാനുള്ള തന്റെ ശ്രമങ്ങളും അന്ന വെളിപ്പെടുത്തുന്നു. പിന്നീട് അന്ന നിക്കിനൊപ്പം അവന്റെ അമ്മ പമേലയെ സന്ദർശിക്കാനായി ആശുപത്രിയിലേക്ക് പോകുന്നു. അവർ ക്യാൻസറിനെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന താൻ നിക്കിന്റെ സുഹൃത്താണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. അവർ പമേലയെ പരിചരിക്കുന്നതിനായി നിക്കിനെ സഹായിക്കുന്നു. ആശുപത്രി വിട്ട ശേഷം നിക്ക് അവളുടെ സഹായ മനസ്കതയിലും എളിമയിലും പ്രചോദിതനായി അവളെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൾ ആ ക്ഷണം സ്വീകരിക്കുന്നു. അവർ പരസ്പരം സ്നേഹചുംബനം കൈമാറുന്നു. എന്നാൽ നിക്കിന്റെ സഹോദരി റെബേക്ക ഈ വിവാഹ നിശ്ചയ തീരുമാനത്തോട് ഒട്ടും യോജിക്കുന്നില്ല. അന്നയുടെ പെട്ടെന്നുള്ള വിവാഹ നിശ്ചയത്തിലും മോതിരം കൈമാറാത്തതിലും സോയി അവളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. നിക്കിന്റെ സത്യസന്ധതയെ ചൂണ്ടിക്കാട്ടി അന്ന അതിനെ പ്രതിരോധിക്കുന്നു. ഇത് സഹോദരിമാർക്കിടയിൽ ഒരു സംഘർഷ സാധ്യത സൃഷ്ടിക്കുന്നു. നിക്കിന് അന്നയെ എത്ര നാളായി അറിയാമെന്ന് ഡേവിഡ് അവനോട് ചോദിക്കുന്നു. തങ്ങൾ തമ്മിൽ 2 മാസത്തെ പരിചയമേ ഉള്ളൂ എന്ന് നിക്ക് വെളിപ്പെടുത്തുന്നു. അന്നയോടുള്ള തന്റെ പ്രതിബദ്ധത ഉറപ്പു നൽകുന്നു. അവർ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ അന്ന വന്ന് അവരെ അത്താഴത്തിന് ക്ഷണിക്കുന്നു. നിക്കിന്റെ കുടുംബത്തെ സന്ദർശിക്കാനായി പോകുമ്പോൾ പമേല അന്നയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എന്നാൽ റെബേക്ക അകന്നു തന്നെ നിൽക്കുന്നു. അന്ന റെബേക്കയോട് തന്റെ വിവാഹത്തിന് തോഴിയായി കൂടെ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നു. അവൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചെങ്കിലും അവളുടെ ആലിംഗനത്തിൽ നിന്നും പിന്മാറുന്നു. അന്നയുടെയും നിക്കിന്റെയും ബന്ധത്തിന് വെല്ലുവിളിയായി നിക്കിന് സോയിയുടെ ഒരു ഫോൺ കോൾ വരുന്നു. അവനെ ഒരു സ്വകാര്യ വിരുന്നിനായി അവൾ ഒരു ബാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നു. അവളുടെ സൗന്ദര്യം നിക്കിനെ പുളകം കൊള്ളിക്കുന്നു. ഇപ്പോഴും സജീവമായിരിക്കുന്ന അവന്റെ ഡേറ്റിംഗ് പ്രൊഫൈലിനെ കുറിച്ച് സോയി അവനോട് ചോദിക്കുന്നു. താൻ അത് ഡിലീറ്റ് ചെയ്യാൻ മറന്നതാണെന്നും ഇനി അത് ഉപയോഗിക്കില്ല എന്നും അവൾക്ക് ഉറപ്പു നൽകുന്നു. അവൾ അവന്റെ വിവാഹ പരസ്യത്തെ വിമർശിക്കുന്നു. അവൻ അവളെ ഡിന്നറിനായി ക്ഷണിക്കുന്നു. അവനെ പരീക്ഷിക്കുന്നത് തുടരുന്ന സോയി അവന്റെ ഉറപ്പുകളെ നിരസിക്കുന്നു. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്നയോട് പറയുമോ എന്ന് അവൾ ചോദിക്കുന്നു. താൻ സോയിയുടെ നിർദ്ദേശങ്ങൾ പിന്തുടരില്ല എന്ന് അവളോട് തുറന്നു പറയുന്നു. രസികയായ സോയി കളിയായി അവനെ അനുസരിച്ചതിന് കളിയാക്കുന്നു. അന്നയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അവൾ ഊന്നി പറയുന്നു. അവൾ സന്തോഷത്തിന് അർഹയാണ്. നീ അവളെ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് സോയി അവളോട് പറയുന്നു. അന്നയുടെ മുൻ വിവാഹത്തെക്കുറിച്ച് സോയി അവനോട് പറയുന്നു. അന്ന ഇത് നേരത്തെ വെളിപ്പെടുത്താത്തതിൽ അവൻ അത്ഭുതപ്പെടുന്നു. സോയി അവനെ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. അവൾ അവനെ ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിക്കുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവൻ അവളുടെ മുറി സന്ദർശിക്കുന്നു. അവർ തമ്മിൽ അവരുടെ ശരീരം പങ്കുവയ്ക്കുന്നു. തൊട്ടടുത്ത ദിവസം അവൻ അന്നയുടെ സന്ദേശങ്ങളെ അവഗണിച്ച് അവളെ ഒഴിവാക്കി അവന്റെ സുഹൃത്തുക്കൾക്കൊപ്പം കൂടുന്നു. അന്നയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ വിവാഹ ഒരുക്കങ്ങളിൽ സഹായിക്കാൻ അവൾക്കൊപ്പം പോകാൻ വിസമ്മതിക്കുന്നു. അടുത്ത ദിവസം ഒരു പൂച്ചെണ്ടുമായി അന്നയുടെ ജോലിസ്ഥലത്ത് അവളെ സന്ദർശിക്കുന്നു. അവളുടെ സഹപ്രവർത്തക നിക്കിനെ കളിയാക്കുന്നതിൽ അയാൾ അസ്വസ്ഥനാകുന്നു. അന്നയുടെ വിവാഹത്തിൽ സോയയുടെ ഇടപെടലിനെ കുറിച്ച് അവൾ സൂചിപ്പിക്കുന്നു. മറ്റൊരു പുരുഷനുമായി സമീപകാലത്ത് അവൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് സുഹൃത്ത് അവനോട് പറയുന്നത് അവനിൽ കുറ്റബോധമുണ്ടാക്കുന്നു. അന്നയുടെ പൂർവ്വകാല ബന്ധത്തെക്കുറിച്ച് തന്നോട് പറയാത്തതിനെപ്പറ്റി നിക്ക് അവളോട് ചോദിക്കുന്നു. കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല, ഭാവിയിലേക്ക് ശ്രദ്ധിക്കാമെന്ന് നിക്കിനോട് പറയുന്നു. സോയയുമായി തന്റെ മുൻ ഭർത്താവിനുള്ള അവിഹിത ബന്ധമായിരുന്നു തന്റെ വിവാഹമോചനത്തിലേക്ക് എത്തിയത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് അതിൽ നിന്നും മോചിതയാകാൻ ശ്രമിക്കുന്ന സോയിയോട് അവൾ ഒടുവിൽ ക്ഷമിക്കുകയായിരുന്നു എന്ന് അവൾ നിക്കിനോട് സൂചിപ്പിക്കുന്നു. കുറച്ച് മോഡേണായ വിവാഹ വസ്ത്രമാണ് സോയി അന്നയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്നതിനാൽ അവൾ അത് നിഷേധിക്കുന്നു.
നിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് അവന്റെ സഹപ്രവർത്തകൻ ഹാൾ മനസ്സിലാക്കുന്നു. അതേസമയം വസ്ത്രത്തിൽ കേടുപാട് വരുത്തിയതായി അന്ന ആരോപിക്കുന്നു. എന്നാൽ അത് നിഷേധിക്കപ്പെടുന്നു. ഒടുവിൽ സോയി നിർദ്ദേശിച്ച വസ്ത്രം തിരഞ്ഞെടുക്കുവാൻ മനസ്സോടെ അവൾ തീരുമാനിക്കുന്നു. ശേഷം അവളുടെ അച്ഛനായ ഡേവിഡിനോട് തനിക്ക് സോയിയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നു. അന്ന് വൈകുന്നേരം തന്റെ വസ്ത്രധാരണം കുളമാക്കിയതിന് സോയിയുമായി വഴക്കടിക്കുന്നു. ശേഷം കാറിൽ വെച്ച് നിക്കും സോയിയുമായി കണ്ടുമുട്ടുന്നു. അന്നയുടെ മുൻവിവാഹത്തിൽ സോയിയുടെ ഇടപെടലിനെ കുറിച്ച് നിക്ക് ചോദിക്കുന്നു. അന്നയുടെ മുൻ ഭർത്താവിനെ കുറ്റപ്പെടുത്തി സോയി സ്വയം പ്രതിരോധിക്കുന്നു. സോയിയുടെ പരീക്ഷണത്തിൽ താൻ പരാജയപ്പെട്ടതായി നിക്ക് മനസ്സിലാക്കുന്നു. നിക്കുമായി ഹോട്ടലിൽ വെച്ച് കണ്ടതും പിന്നീട് ഉണ്ടായതെല്ലാം പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അവൾ വെളിപ്പെടുത്തുന്നു. തങ്ങളിൽ രണ്ടുപേരിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് സോയി അവനെ പ്രേരിപ്പിക്കുകയാണോ എന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലായ നിക്ക് അത്ഭുതപ്പെടുന്നു. താൻ ഒരു തീരുമാനമെടുക്കണമെന്ന് സോയി നിക്കിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ നിക്ക് നിരാശനായി മൗനം പാലിക്കുന്നു. സോയി അവന് 2 സാധ്യതകൾ നൽകുന്നു. ഒന്നുകിൽ അവൾ വിട്ടുപോകും, അല്ലെങ്കിൽ അന്നയോടെല്ലാം തുറന്നു പറയും. നിക്ക് മനസ്സോടെ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ അലക്സിയിൽ നിന്നും ഇരട്ടക്കുട്ടികളുടെ ചരിത്രം റെബേക്ക മനസ്സിലാക്കുന്നു. ഡേവിഡ് അവരുടെ ചർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടേക്ക് വരുന്നു. എന്നാൽ തനിക്ക് കുഴപ്പമില്ലെന്ന് റെബേക്ക അവരെ ആശ്വസിപ്പിക്കുന്നു. സോയയുടെയും നിക്കിന്റെയും ബന്ധത്തിൽ അന്നയെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് അവൾ ഊന്നിപ്പറയുന്നു. ഡേവിഡുമായി സംസാരിച്ച ശേഷം ദുഃഖിതയായ റെബേക്ക അന്നയെ കാണാൻ പോകുന്നു. തുടർന്ന് നിക്കുമായുള്ള അവളുടെ അവിശ്വസ്തത കണ്ടെത്തുന്നു. അന്ന് രാത്രി നിക്ക് അപ്പാർട്ട്മെന്റിൽ അന്നയുടെ ശവശരീരം കാണുന്നു. അന്നയുടെ മരണത്തിന് നീയാണ് ഉത്തരവാദി എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മിണ്ടാതിരിക്കുവാൻ നിക്കിനെ സോയി ഭീഷണിപ്പെടുത്തുന്നു. അവനെ കൂടുതൽ അസ്വസ്ഥനാക്കുവാൻ അവന്റെ ജാക്കറ്റിൽ അന്നയുടെ രക്തം പുരണ്ടിരിക്കുന്നതായി സോയി ചൂണ്ടിക്കാട്ടുന്നു. താൻ കുടുങ്ങിയതായി തോന്നുന്ന നിക്ക് സോയി പറഞ്ഞത് പ്രകാരം അന്നയുടെ മൃതദേഹം ഒരു ഇൻസിനറേറ്ററിൽ സംസ്കരിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ അന്നയുടെ വിവാഹമോതിരം ധരിച്ച് അവളെ അനുകരിച്ചുകൊണ്ട് സോയി എല്ലാവർക്കും പ്രഭാത ഭക്ഷണം നൽകുന്നു. നിക്കിന് കുറ്റബോധം സഹിക്കാനാവാതെ മേഴ്സറിന്റെ വീട്ടിൽ വെച്ച് ഡേവിഡിനോട് എല്ലാം തുറന്നു പറയുന്നു. എന്നാൽ 3 വർഷം മുമ്പ് സോയി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവനെ ഞെട്ടിച്ചു. സോയി ആത്മഹത്യ ചെയ്തതാണെന്ന് ഡേവിഡ് വെളിപ്പെടുത്തുന്നു. സോയിയുടെ ഐഡന്റിറ്റി അന്ന ഉപയോഗിച്ചതിന് തെളിവായി അയാൾ അവനെ ഒരു ഫോട്ടോഗ്രാഫ് കാണിക്കുന്നു. നിർണായകമായ പല വിവരങ്ങളും തന്നിൽ നിന്നും മറച്ചു വെച്ചതിൽ നിക്ക് പ്രകോപിതനാകുന്നു. നിങ്ങളുടെ ബന്ധം അന്നയെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ഡേവിഡ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. സോയിയുടെ മരണത്തിന് സമാനമായി അന്ന തന്റെ മരണം ആസൂത്രണം ചെയ്തുവെന്ന് നിക്ക് കണ്ടെത്തുന്നു. റെബേക്കയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്ന് ഡേവിഡ് നിക്കിനോട് പറയുന്നു. റെബേക്കയുടെ പെട്ടെന്നുള്ള തിരോധാനം എന്തുകൊണ്ടായിരുന്നു എന്ന് നിക്കിന് മനസ്സിലാകുന്നു. ഞെട്ടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുന്ന നിക്ക് ആശയക്കുഴപ്പത്തിലാകുന്നു. താൻ കത്തിച്ച ശരീരം യഥാർത്ഥത്തിൽ അന്നയുടേതാണെന്ന് നിക്കിന് മനസ്സിലാകുന്നു. എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് അന്ന അവിടെ പ്രത്യക്ഷപ്പെടുന്നു. നിക്ക് ദേഷ്യത്തോടെ അവളുടെ നേർക്ക് തിരിയുമ്പോൾ ഡേവിഡ് ഇടപെടുന്നു. അന്ന റെബേക്കയെ കൊന്നു എന്ന് നിക്ക് ആരോപിക്കുന്നു. എന്നാൽ അവൻ കള്ളം പറയുകയാണെന്ന് അവൾ ഡേവിഡിനെ ബോധ്യപ്പെടുത്തുന്നു. അവൻ ദേഷ്യത്തോടെ അന്നയെ പിന്തുടരുന്നു. അവർ തമ്മിൽ ഗോവണിപ്പടിയിൽ വെച്ച് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. നീ തന്നെ വഞ്ചിച്ചു എന്ന് നിക്ക് അവളെ വെല്ലുവിളിക്കുന്നു. ഇതിനൊരു വിശദീകരണം നൽകാൻ ഡേവിഡ് അന്നയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ സോയിയുടെ തകർച്ചയുടെ കാരണമായി അവൾ അവന്റെ ഭൂതകാല അവിശ്വസ്തതയെ ഉദ്ധരിക്കുന്നു. അവളെ ശാന്തനാക്കാൻ ശ്രമിക്കുന്ന ഡേവിഡിനെ അവൾ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. അലക്സിയ ഡേവിഡിനെ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ അന്ന നിക്കിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അവനെ കീഴടക്കുന്നു. തുടർന്ന് അലക്സിയ നിക്കിനെ അടിച്ച് ബോധരഹിതനാക്കുന്നു. പുറത്തേക്ക് വരുന്ന നിക്കിനെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സോയയുടെ ആത്മഹത്യയിൽ തന്റെ പങ്ക് തുറന്നു പറഞ്ഞ് അവൾ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. മകളുടെ വേർപാട് അലക്സിയെ ആഴത്തിൽ വേദനിപ്പിച്ചെങ്കിലും അന്നയുടെ ചെയ്തികൾ അവൾ ക്ഷമിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ആദ്യം തന്നെ കാണുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. സീ യു.